ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ, ഗായത്രി അരുൺ, അസീസ് നെടുമങ്ങാടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായ 9ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ച മുതൽ ഇക്കഴിഞ്ഞ 7ാം ദിവസമായ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ 2 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയതെങ്കിൽ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ആദ്യമായി 2 കോടിക്ക് താഴെ കളക്ഷൻ പോയിരിക്കുകയാണ്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 1,72 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ 27,88 ലക്ഷം രൂപയുമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ 56 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 33,89 ലക്ഷം രൂപയാണ് 8 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. GCC ഓവർസീസ് കളക്ഷനായി ഇന്നലെ ഈ സിനിമ നേടിയെടുത്തത് 1,75 ലക്ഷം രൂപയായിരുന്നു. 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 67 കോടി രൂപയുമാണ്. ഇനി 9ാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ പ്രീസെയിൽ കളക്ഷനായി 53 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരുന്നു. നിലവിൽ ബുക്ക് മൈ ഷോയിൽ 4,000, 5,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ 2,20 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 30 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 71 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 8ാം ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 26,75,000 രൂപയായിരുന്നു. 8 ദിവസം കൊണ്ട് 1,72 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 8 ദിവസം കൊണ്ട് 287,75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ 8 ദിവസത്തെ വിദേശ കളക്ഷൻ 85 കോടി രൂപയുമാണ്. ടോട്ടൽ 372,75 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 8 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 9ാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ബുക്ക് മൈ ഷോയിലൂടെ 70,000-ന് മുകളിൽ ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 60 കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 435 കോടി റേഞ്ചിലാണ് ആദ്യ 9 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. നാളെ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 500 കോടിയിൽ എത്തിച്ചേരും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഡിസംബർ 12 വെള്ളിയാഴ്ച പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് അഖണ്ഡ 2. ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നന്ദപുരി ബാലകൃഷ്ണ, സംയുക്ത മേനോൻ, ഹർഷാലി മൽഹോത്ര എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ 59,50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം 36,30 ലക്ഷം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 43,80 ലക്ഷം രൂപയാണ്. ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 2ാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമ 35 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 78-80 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി, പ്രിയദർശൻ, നസ്രീൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കരോട് തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28-ന് തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമയുടെ ഫൈനൽ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ 121,95 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 24,65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടക കളക്ഷനായി 14,70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 13,57 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ കളക്ഷനായി 7,58 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഫൈനൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 182,45 ലക്ഷം രൂപയാണ്. മിഡിൽ ഈസ്റ്റ് കളക്ഷനായി $8.51 മില്യൺ കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ ടോട്ടൽ ഓവർസീസ് കളക്ഷനായി $13.54 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 120,20 ലക്ഷം രൂപ. അങ്ങനെ 302,65 ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.